കാർലോ അക്യൂറ്റീസ് പുണ്യവാനേ, പള്ളിക്കരയിലെ പൊൻവിളക്കേ, ആണികൾ കൂപ്പി നിൽക്കുമീ ഞങ്ങൾ തൻ ജീവിത വഴിയിൽ വെളിച്ചമേകൂ. കാർലോ അക്യൂറ്റീസ് പുണ്യവാനേ, പള്ളിക്കരയിലെ പൊൻവിളക്കേ, ആണികൾ കൂപ്പി നിൽക്കുമീ ഞങ്ങൾ തൻ ജീവിത വഴിയിൽ വെളിച്ചമേകൂ. ഉള്ളം നിറയെ പ്രാർത്ഥനയും ഉള്ളിൽ നീറും ദുഃഖങ്ങളും, ഉള്ളം നിറയെ പ്രാർത്ഥനയും ഉള്ളിൽ നീറും ദുഃഖങ്ങളും, ഉരുകുന്ന മനസ്സുമായി നിൽപ്പൂ ഞങ്ങൾ, അലിവിൻ കരങ്ങൾ നീട്ടിടേണേ. കാർലോ അക്യൂറ്റീസ് പുണ്യവാനേ. പൈതലിൻ തൂമുഖം കാണുവാനായി പ്രാർത്ഥിക്കുവോരെ കടാക്ഷിക്കണേ. പൈതലിൻ തൂമുഖം കാണുവാനായി പ്രാർത്ഥിക്കുവോരെ കടാക്ഷിക്കണേ. പൈതങ്ങൾക്കെന്നും വഴികാട്ടിയായി പള്ളിക്കരയിൽ വാഴുന്നോനേ, പൈതങ്ങൾക്കെന്നും വഴികാട്ടിയായി പള്ളിക്കരയിൽ വാഴുന്നോനേ. കാർലോ അക്യൂറ്റീസ് പുണ്യവാനേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ പ്രത്യേകമായി ഓർക്കേണ്ടത് നവോമി ദീപു രോഗശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജിൻസൺ ജോസ് വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നു. നിമ്മി ആൻസലിൻ ജോലി കൊച്ചിയിൽ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ പൊതുനിയോഗമായ വൃദ്ധരായ മാതാപിതാക്കൾക്കും എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ എല്ലാ രോഗാവസ്ഥകളെയും വിശുദ്ധൻ വഴി നമുക്ക് ദൈവത്തിന് സമർപ്പിക്കുകയും അനുഗ്രഹത്തിനും ആശ്വാസത്തിനും സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മുടെ വ്യക്തിപരമായ മറ്റെല്ലാ നിയോഗങ്ങളും പുണ്യവാൻ വഴി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഈ നൊവേന പ്രാർത്ഥനയിൽ നമുക്കിപ്പോൾ പങ്കുചേരാം. സ്നേഹപിതാവായ ദൈവമേ, ആധുനിക യുഗത്തിലെ കൗമാര വിശുദ്ധനായ വിശുദ്ധ കാർലോ അക്യൂറ്റീസിനെ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. ദൈവമാണ് സർവസ്വവുമെന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനോടൊത്തായിരിക്കുക എന്നത് ജീവിത ലക്ഷ്യമാക്കിയ പുണ്യവാനോടൊത്ത് വചനത്തിലൂടെയും കൂദാശകളിലൂടെയും തിരുസഭയിൽ സന്നിഹിതനാകുന്ന പരിശുദ്ധ ത്രിത്വത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്കുള്ള സുഗമമായ പാതയാണെന്നറിഞ്ഞ് ദിവ്യകാരുണ്യ ഏറെ സ്നേഹിക്കുകയും ദിവ്യകാരുണ്യ ഭക്തി നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത വിശുദ്ധ കാർലോ അക്യൂറ്റീസിനെ പോലെ വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കാനും വിശുദ്ധിയുടെ പരിമളം പരത്തുവാനും ഞങ്ങൾക്ക് കൃപയേകണമേ. ആമേൻ. നമുക്ക് ഭക്തിയോടെ നവനാൾ ജപങ്ങൾ ചൊല്ലാം. എല്ലാവരും സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ കാർലോ അക്യൂറ്റീസിനെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു.
പരിശുദ്ധ കുർബാനയെ പരിശുദ്ധ കുർബാനയെ ഏറെ സ്നേഹിക്കുകയും ഏറെ സ്നേഹിക്കുകയും ദിവ്യകാരുണ്യ ഭക്തി ഭക്തി ലോകമെങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രചരിപ്പിക്കുകയും ചെയ്ത വിശുദ്ധ കാർലോക്കിറ്റിസിനെ പോലെ വിശുദ്ധ കാർലോ അക്വിറ്റസിനെ പോലെ ദിവ്യകാരുണ്യ ഈശോയെ ദിവ്യകാരുണ്യേശോയെ സ്നേഹിക്കാനും വിശുദ്ധിയിൽ ജീവിക്കുവാനുമുള്ള കൃപകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്റർനെറ്റിന്റെ മേഖലകളിലും സാമൂഹ്യ മാധ്യമ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് വഴികാട്ടിയാകട്ടെ. ഈ മേഖലകളിലെ എല്ലാവരെയും പ്രത്യേകിച്ച് കൗമാരക്കാരെയും യുവജനങ്ങളെയും തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് അങ്ങ് കാത്തുരക്ഷിക്കണമേ. വിശുദ്ധിയുടെ ജീവൽ സാക്ഷ്യമായ വിശുദ്ധ കാർലോക്കിറ്റിസെ അങ്ങേപ്പക്കൽ മാധ്യസ്ഥം തേടുന്ന ഞങ്ങളുടെ ഈ പ്രത്യേക നിയോഗം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും വിശുദ്ധൻ വഴി ദൈവത്തിന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് വിശുദ്ധർ. ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിശുദ്ധ കാർലോക്കിറ്റിസ് ദിവ്യകാരുണ്യ ഈശോയെ നോക്കിയിരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതേ ഈശോയെ ഇന്ന് നേരിൽ കണ്ട് ആനന്ദിക്കുന്ന വിശുദ്ധ കാർലോയുടെ പക്കൽ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. പലവിധത്തിലുള്ള സങ്കടങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടാകും. ഒരുപാട് ആകുലതകൾ നമുക്കുണ്ടാകും. പക്ഷേ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ ഈ പ്രിയപ്പെട്ട വിശുദ്ധൻ വഴി, ആ നിർമ്മലമായ കരങ്ങൾ വഴി നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. പ്രത്യേകിച്ച് വൃദ്ധരായിട്ടുള്ള എല്ലാ മാതാപിതാക്കളെയും നമുക്ക് ഓർക്കാം. ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കണ്ണുനീരും അവരുടെ വിയർപ്പുമാണ്. ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? ആ മാതാപിതാക്കളെ പരിഗണിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും നമ്മുടെയും രോഗാവസ്ഥകളെയും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. അവിടുത്തെ ഒരു സ്പർശനം മതി, അവിടുത്തെ ഒരു നോട്ടം മതി, ഒരു വാക്ക് മതി നമുക്ക് സൗഖ്യം ലഭിക്കാൻ. എല്ലാവരും സ്നേഹപിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സമൂഹ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധ കാർലോക്കിറ്റിസിൻ്റെ നാമധേയത്തിലുള്ള ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾ ഈ നവനാൾ പ്രാർത്ഥന വഴി വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശുദ്ധനെ പോലെ എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്നേഹിക്കാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാനയെ ഏറെ സ്നേഹിക്കുകയും
ദിവ്യകാരുണ്യ ഭക്തി എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും ചെയ്ത വിശുദ്ധ കാർലോക്കിറ്റിസിനെ പോലെ ഞങ്ങളുടെ യുവജനങ്ങളും കൗമാരക്കാരും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതീ-യുവാക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തെറ്റായ ബന്ധങ്ങൾക്കും അടിമകളായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് യുവജനങ്ങളെയും കൗമാരക്കാരെയും വിശുദ്ധ കാർലോക്കിറ്റിസിൻ്റെ മധ്യസ്ഥത്താൽ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വദേശത്തും വിദേശത്തുമായി വിദ്യാഭ്യാസം തേടുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അവരുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കാനും വിവേകത്തിലും വിശുദ്ധിയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശാരീരികവും മാനസികവുമായ രോഗങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന എല്ലാവരെയും വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ സൗഖ്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ കാർലോക്കിറ്റിസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി വിശുദ്ധ കാർലോക്കിറ്റീസിനെ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. ഈ വിശുദ്ധൻ വഴി ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങൾക്കായി കനിവിൻ വിളക്കുമായി നിൽപ്പൂ നീ കാർലോ പുണ്യവാനേ. ആകുലർ ഞങ്ങൾക്കായി കനിവിൻ വിളക്കുമായി നിൽപ്പൂ നീ കാർലോ പുണ്യവാനേ. കുഞ്ഞിളം കയ്യിൽ ജപമാലയേന്തി മാതാവിൻ ചാരേ നിന്നവനേ, സക്രാരി മുന്നിൽ മിഴിയടയ്ക്കാതെ യേശുവേ നോക്കി നിന്നവനേ. വിശുദ്ധ കാർലോക്കിറ്റസേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. ഈ ലോകമായയിൽ വീഴാതെന്നും പ്രിയരാം നിൻ ദാസരെ കാത്തിടണേ. കളികൾക്കായി കൂട്ടുചേരുമ്പോഴൊക്കെയും പള്ളിയെ സ്നേഹിച്ച പുണ്യവാനേ. കളികൾക്കായി കൂട്ടുചേരുമ്പോഴൊക്കെയും പള്ളിയെ സ്നേഹിച്ച പുണ്യവാനേ. വിശ്വാസ വഴിയിൽ യുവജനങ്ങൾക്കായി അത്താണിയായെന്നും വാഴുന്നു നീ. വിശുദ്ധ കാർലോക്കിറ്റസേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. ഈ ലോക
വീഴാതെന്നും പ്രിയരാം നിൻ ദാസരെ കാത്തിടണേ. ബാല്യം മുതലേ തന്നെ നവമാധ്യമങ്ങളിൽ യേശുവെ നൽകിയ പുണ്യവാനേ. ബാല്യം മുതലേ തന്നെ നവമാധ്യമങ്ങളിൽ യേശുവെ നൽകിയ പുണ്യവാനേ. രോഗക്ലേശങ്ങളും നൊമ്പരങ്ങളും മുതാ യേശുവിൻ കൈകളിൽ സമർപ്പിച്ചു നീ. ആകുലർ ഞങ്ങൾക്കായി കനിവിൻ വിളക്കുമായി നിൽപ്പൂ നീ കാർലോ പുണ്യവാനേ. കുഞ്ഞിളം കയ്യിൽ ജപമാലയേന്തി മാതാവിൻ ചാരേ നിന്നവനേ. സക്രാരി മുന്നിൽ മിഴിയടയ്ക്കാതെ യേശുവെ നോക്കി നിന്നവനേ. വിശുദ്ധ കാർലോ അക്വീറ്റസേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. ഈ ലോകമായയിൽ വീഴാതെന്നും പ്രിയരാം നിൻ ദാസരെ കാത്തിടണേ.